ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ല്യൂടെക് സോളാർ സൊല്യൂഷൻസ് പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. കഴിവുള്ള നേതാക്കൾ നേതൃത്വത്തിൽ വരണം. സഭയുടെ വോട്ട് വേണ്ടെങ്കിൽ അത് കോൺഗ്രസ് തുറന്നു പറയണം. ഓർത്തഡോക്സ് സഭ. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനെതിരെ തുറന്നടിച്ച് ഓർത്തഡോക്സ് സഭ. സഭയുടെ വോട്ട് വേണമെങ്കിൽ അത് കോൺഗ്രസ് തുറന്നു പറയണമെന്ന് വൈദിക ട്രസ്റ്റി ഫാദർ ഡോക്ടർ തോമസ് വർഗീസ് അമയിൽ പറഞ്ഞു. കോൺഗ്രസിന്റെ കാര്യങ്ങൾ സഭകൾ അല്ല തീരുമാനിക്കുന്നത് എന്ന സണ്ണി ജോസഫിന്റെ പരാമർശത്തിനാണ് മറുപടി. കഴിവുള്ള നേതാക്കൾ നേതൃത്വത്തിൽ വരണം എന്നത് പൌരന്മാരുടെ സ്വപ്നം. അവരെ മതത്തിന്റെ പേരിൽ തടയുന്നത് സങ്കടകരമാണെന്ന് ഫാദർ ഡോക്ടർ തോമസ് വർഗീസ് അമയിൽ പറഞ്ഞു. മലങ്കര സഭയുടെ പിന്തുണ വേണ്ടെങ്കിൽ അക്കാര്യം നേതൃത്വം തുറന്നു പറയണം. സാമുദായിക സമവാക്യങ്ങളിലൂടെ കസേര കിട്ടിയവരുടെ മറുപടി ഇവിടെ പ്രസക്തവുമല്ല. കാലാവസ്ഥ അനുകൂലമെന്ന് ചിലർ കണക്ക് കൂട്ടുന്നു. എന്നാൽ ഇത് മേഘവിസ്ഫോടനങ്ങളുടെ കാലമാണെന്ന് മറക്കരുത്. സാമുദായിക സമവാക്യങ്ങളിലൂടെ കസേര കിട്ടിയവരുടെ മറുപടി ഇവിടെ പ്രസക്തവും അല്ലെന്ന് വൈദിക ട്രസ്റ്റി ഫാദർ ഡോക്ടർ തോമസ് വർഗീസ് അമയിൽ പറഞ്ഞു. സിനിമ പോലെ ഒരു കവർച്ച. വെറും 10 മിനിറ്റിൽ കൊള്ള. രക്ഷപ്പെട്ടത് സ്കൂട്ടറിൽ. ലൂവ്ർ മ്യൂസിയത്തിൽ നിന്ന് നഷ്ടമായത് വിലമതിക്കാനാകാത്ത വസ്തുക്കൾ. പാരീസ് നഗരഹൃദയത്തിലെ ചരിത്രപ്രസിദ്ധമായ ലൂവ്ർ മ്യൂസിയത്തിൽ നടന്ന വൻ കവർച്ചയിൽ 4 മിനിറ്റുകൾ കൊണ്ട് മോഷ്ടിക്കപ്പെട്ടത് 9 ആഭരണങ്ങൾ. നെപ്പോളിയൻ മൂന്നാമന്റേത് അടക്കമുള്ള ആഭരണങ്ങൾ കവർച്ച ചെയ്യപ്പെട്ടു. ലൂവ്ർ മ്യൂസിയത്തിലെ അപ്പോളോ ഗാലറിയിൽ സൂക്ഷിച്ച ആഭരണങ്ങളാണ് മോഷ്ടിക്കപ്പെട്ടത്. ഞായറാഴ്ച രാവിലെ 9:30 9:40 ഇടയിലുള്ള സമയത്താണ് ലൂവ്ർ മ്യൂസിയത്തിൽ കവർച്ച നടക്കുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുന്ന വാഹനത്തിൽ ഘടിപ്പിച്ച യന്ത്രഗോവണി വഴി മോഷ്ടാക്കൾ മ്യൂസിയത്തിന്റെ ബാൽക്കണിയിൽ കയറി. അവിടെ നിന്നും അപ്പോളോ ഗാലറിയിലെ ജനാലച്ചീലുകൾ തകർത്ത് അകത്തേക്ക് കയറുകയായിരുന്നു. 7 മിനിറ്റിനുള്ളിൽ ആഭരണങ്ങൾ മോഷ്ടിച്ച് കവർച്ചാ സംഘം പുറത്തിറങ്ങി. സുരക്ഷാ അലാം മുഴങ്ങിയെങ്കിലും മോഷ്ടാക്കളെ പിടികൂടുവാൻ കഴിഞ്ഞില്ല. 2 സ്കൂട്ടറുകളിലായാണ് മോഷ്ടാക്കൾ രക്ഷപ്പെട്ടത്. CCTVയിൽ 4 മോഷ്ടാക്കളുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട്. 2 പേർ നിർമ്മാണ തൊഴിലാളികളുടെ വേഷം ധരിച്ച് മ്യൂസിയത്തിന്റെ അകത്തേക്ക് കയറിയപ്പോൾ മറ്റ് 2 പേർ പരസ്പരം നിരീക്ഷിച്ചുകൊണ്ട് സ്കൂട്ടറിൽ ഇരിക്കുകയായിരുന്നു. മ്യൂസിയത്തിൽ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്ന സാഹചര്യം ഉപയോഗിച്ചാണ് കവർച്ച ആസൂത്രണം ചെയ്തത്. കൊള്ളയടിച്ച ആഭരണങ്ങളിലൊന്ന് കേടുപാടുകളോടെ മ്യൂസിയത്തിന് പുറത്തുനിന്നും ലഭിച്ചു. വിലമതിക്കാനാകാത്ത വസ്തുക്കളാണ് നഷ്ടപ്പെട്ടതെന്ന് ഫ്രാൻസിലെ സാംസ്കാരിക മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. ഭാര്യയെ കൊന്ന് മൃതദേഹം കിണറിനകത്തിട്ട് മൂടി. പിന്നാലെ മൃഗബലി. അന്ധവിശ്വാസത്തിന്റെ പേരിൽ കൊലപാതകം. കർണാടക ചിക്ക്മംഗളൂരുവിൽ അന്ധവിശ്വാസത്തിന്റെ പേരിൽ കൊലപാതകം. ഭാര്യയെ കൊന്ന് മൃതദേഹം കിണറിനകത്തിട്ട് മൂടി. സംഭവത്തിൽ ഭർത്താവ് വിജയ് അറസ്റ്റിൽ. 28-കാരി ഭാരതിയാണ് കൊല്ലപ്പെട്ടത്. അലകാട്ട സ്വദേശി വിജയാണ് അറസ്റ്റിലായത്. കൊലപാതകത്തിന് പിന്നാലെ 3 മൃഗങ്ങളെയും വിജയ് ബലി നൽകിയെന്ന് പോലീസ് കണ്ടെത്തി. 1.5 മാസം മുൻപ് ഭാര്യയെ കാണാനില്ലെന്ന് വിജയ് പരാതി നൽകിയിരുന്നു. അന്വേഷണത്തിനൊടുവിൽ ഭാരതിയെ കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തുകയായിരുന്നു. ഭാര്യയുടെ മൃതദേഹം കൃഷിസ്ഥലത്തെ ആഴമേറിയ കിണറ്റിലിട്ട് മൂടുകയായിരുന്നു. കിണർ കോൺക്രീറ്റ് കൊണ്ട് അടയ്ക്കുകയും ചെയ്തു. ഭാര്യയുടെ കൊലപാതകത്തിന് പിന്നാലെ ചെമ്പ് തകിടിൽ ഭാര്യയുടെ പേരെഴുതി മരത്തിലടിച്ച് സ്ഥാപിക്കുകയും ചെയ്തു. കൂടാതെ വീട്ടിൽ നിന്നും ഭാരതിയുടെ ചിത്രത്തിൽ കണ്ണിന്റെ സ്ഥാനത്ത് ആണിയടിക്കുകയും ചെയ്തു. പോലീസ് സ്ഥലത്തെത്തി ഇയാളെ അറസ്റ്റ് ചെയ്തപ്പോഴാണ് കൊലപാതക വിവരം സമീപവാസികൾ പോലും അറിയുന്നത്. സംഭവത്തിൽ ഇയാളുടെ മാതാപിതാക്കളെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വീണ്ടും കർഷക ആത്മഹത്യ. അട്ടപ്പാടിയിൽ കർഷകൻ കൃഷിസ്ഥലത്ത് തൂങ്ങി മരിച്ചു. പാലക്കാട് അട്ടപ്പാടിയിൽ കർഷകൻ കൃഷിസ്ഥലത്ത് തൂങ്ങി മരിച്ച നിലയിൽ. ഇരട്ടക്കുളം സ്വദേശി കൃഷ്ണസ്വാമിയാണ് മരിച്ചത്. വില്ലേജ് ഓഫീസിൽ നിന്നും തണ്ടപ്പേര് ലഭിക്കാത്തതിനാലാണ് കൃഷ്ണസ്വാമി ജീവൻ ഒടുക്കിയതെന്ന് കുടുംബം ആരോപിച്ചു. ഇന്നലെ ഉച്ചയോടെയാണ് ഇരട്ടക്കുളം സ്വദേശി കൃഷ്ണസ്വാമിയെ കൃഷിസ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ 6 മാസമായി തണ്ടപ്പേരിനായി വില്ലേജിൽ കയറിയിറങ്ങിയെന്ന് കുടുംബം പറയുന്നു. അതേസമയം സംഭവത്തിൽ കാലതാമസം ഉണ്ടായിട്ടില്ലെന്നും സാങ്കേതിക പ്രശ്നങ്ങൾ നീക്കാനായി നടപടികൾ തുടരുകയാണ് എന്നുമാണ് റവന്യൂ വകുപ്പിന്റെ വിശദീകരണം. ആമസോണിന്റെ ക്ലൌഡ് സർവീസ് യൂണിറ്റ് പണിമുടക്കി. വിവിധ ഓൺലൈൻ സൈറ്റുകൾ പ്രവർത്തനരഹിതമായി. ആമസോണിന്റെ ക്ലൌഡ് സർവീസ് യൂണിറ്റായ ആമസോൺ വെബ് സർവീസ് AWS പണിമുടക്കിയതോടെ വിവിധ ഓൺലൈൻ സൈറ്റുകൾ പ്രവർത്തനരഹിതമായി. ആമസോണിന്റെ സൈറ്റുകളും സ്നാപ്ചാറ്റ്, ജനപ്രിയ ഫോട്ടോ എഡിറ്റിംഗ് ടൂളായ ക്യാൻവയും ഉൾപ്പെടെയുള്ളവയാണ് തകരാറ് നേരിട്ടത്.
കണക്റ്റിംഗ് പ്രശ്നമാണ് സൈറ്റുകളെ ബാധിച്ചിരിക്കുന്നത്. AI സെർച്ച് എഞ്ചിൻ, പെർപ്ലെക്സിറ്റി, ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോം യുഡെമി, വീഡിയോ കോൺഫറൻസിംഗിനായുള്ള സൂം, മെസ്സേജിംഗ് പ്ലാറ്റ്ഫോം സിൻഗൽ, ട്രേഡിംഗ് പ്ലാറ്റ്ഫോമായ റോബിൻഹുഡ് എന്നിവയും പണിമുടക്കിയിരിക്കുകയാണ്. പ്രശ്നം പരിഹരിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പെർപ്ലെക്സിറ്റി CEO അരവിന്ദ് ശ്രീനിവാസ് എക്സ് പോസ്റ്റിലൂടെ വ്യക്തമാക്കി. തിങ്കളാഴ്ച ഉച്ച മുതലാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത്. കമ്പനികൾക്കും സർക്കാരുകൾക്കും വ്യക്തികൾക്കും ആവശ്യാനുസരണം കമ്പ്യൂട്ടിംഗ് പവർ, ഡാറ്റ സംഭരണം, മറ്റ് ഡിജിറ്റൽ സേവനങ്ങൾ എന്നിവ AWS നൽകുന്നു. അതിന്റെ സെർവറുകളിലെ തടസ്സങ്ങൾ അതിന്റെ ക്ലൌഡ് ഇൻഫ്രാസ്ട്രക്ചറിനെ ആശ്രയിക്കുന്ന വെബ്സൈറ്റുകളിലും പ്ലാറ്റ്ഫോമുകളിലും തടസ്സങ്ങൾക്ക് കാരണമാകും. എന്നാൽ പ്രശ്നത്തിനോട് ആമസോൺ വെബ് സർവീസും ആമസോണും പ്രതികരിച്ചിട്ടില്ല. അതേസമയം ചില പ്ലാറ്റ്ഫോമുകളുടെ സേവനങ്ങൾ ഭാഗികമായി പുനരാരംഭിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. പുട്ട് രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. നാടിന്റെ മതേതരത്വം തീരുമാനിക്കേണ്ടത് ജമാഅത്തെ ഇസ്ലാമിയും SDPIയും അല്ല. രാജീവ് ചന്ദ്രശേഖർ. ഈ നാടിന്റെ മതേതരത്വവും സമാധാനവും സംസ്കാരവും തീരുമാനിക്കേണ്ടത് ജമാഅത്തെ ഇസ്ലാമിയും SDPIയും അല്ലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ഇവിടുത്തെ ജനങ്ങൾ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻസ് എല്ലാം ഒറ്റക്കെട്ടായി തീരുമാനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഹിജാബ് വിവാദത്തിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ദേശീയ വിദ്യാഭ്യാസ നയം നമ്മുടെ കുട്ടികൾക്ക് എത്രയോ ഫ്ലെക്സിബിലിറ്റി കൊടുക്കുന്ന ഒരു പോളിസിയാണെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. 6ാം സ്റ്റാൻഡേർഡ് മുതൽ സ്കില്ലിംഗ് കരിക്കുലത്തിൽ ഉൾപ്പെടുത്തിയ ഒരു നയമാണ്. അതിൽ ക്രെഡിറ്റ് ഹോംവർക്ക് ഉണ്ട്. കുട്ടികൾ ഒരു കൊല്ലം സ്കൂൾ ഡ്രോപ്പ് ഔട്ടായി ഒരു 3 കൊല്ലം കഴിഞ്ഞിട്ട് സ്കൂളിൽ മടങ്ങി വരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ദേശീയ വിദ്യാഭ്യാസ നയമുണ്ടെങ്കിൽ അത് സാധിക്കും. സ്കൂളിൽ നിന്നും വിട്ട് ഒരു 5-6 കൊല്ലം കഴിഞ്ഞിട്ട് കോളേജിൽ അഡ്മിഷൻ വേണമെന്ന് ആഗ്രഹിച്ചാൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ അതിൽ ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. ഇതെല്ലാം മനസ്സിലാക്കിയിട്ടും 6-8 കൊല്ലം പിണറായി വിജയനും ശിവൻകുട്ടിയും ചവിട്ടി വെച്ചിരിക്കുകയാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി. ഇതെന്തിനു ചെയ്തു? കുട്ടികളെല്ലാം പുറത്തുപോയി പഠിക്കുന്നു. കോളേജുകളിൽ ഇന്നും 30% സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നു. അതിന്റെ ഫലമാണ് അദ്ദേഹം പറഞ്ഞു. അതേസമയം PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവയ്ക്കുവാനുള്ള വിദ്യാഭ്യാസ വകുപ്പിന്റെ നീക്കം മുന്നണിയിൽ തർക്കവിഷയമായതിനെ തുടർന്ന് LDF നേതൃയോഗം വിളിക്കും. മുഖ്യമന്ത്രിയുടെ സൌകര്യം നോക്കി യോഗം വിളിക്കുവാനാണ് ധാരണ. നിലപാടിൽ ഉറച്ചുനിന്നാൽ CPIയെ പിന്തുണയ്ക്കുമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് അറിയിച്ചു. മൊസാംബിക്കിലെ കപ്പൽ അപകടം. കാണാതായ കൊല്ലം സ്വദേശിയുടെ മൃതദേഹം കണ്ടെത്തി. മൊസാംബിക്കിലെ ബെയ്റ തുറമുഖത്തുണ്ടായ കപ്പൽ അപകടത്തെ തുടർന്ന് കണ്ടെത്തിയ മൃതശരീരം തിരിച്ചറിഞ്ഞു. അപകടത്തിൽ കാണാതായ കൊല്ലം തേവലക്കര സ്വദേശി ശ്രീരാഗ് രാധാകൃഷ്ണന്റേതാണ് തിരിച്ചറിഞ്ഞ മൃതദേഹമെന്ന് ഷിപ്പിംഗ് ഡയറക്ടർ ജനറൽ അധികൃതർ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചതായി NK പ്രേമചന്ദ്രൻ MP അറിയിച്ചു. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ബെയ്റ തുറമുഖത്ത് കപ്പൽ അപകടത്തിൽപ്പെട്ടത്. ഇതിൽ കാണാതായ 2 മലയാളികൾക്ക് വേണ്ടി തിരച്ചിൽ തുടരുന്നതിനിടെയാണ് ഒരു മൃതദേഹം കണ്ടെത്തിയത്. തിരച്ചിലിൽ കണ്ടെത്തിയ മൃതദേഹത്തിലെ വസ്ത്രങ്ങൾ അപകടത്തിൽ രക്ഷപ്പെട്ടവർ തിരിച്ചറിയുകയും അത് ഇലക്ട്രോ ടെക്നിക്കൽ ഓഫീസറായ ശ്രീരാഗ് രാധാകൃഷ്ണന്റേതാണെന്ന് സ്ഥിരീകരണം നടത്തിയിട്ടുള്ളതായും ഷിപ്പിംഗ് ഡയറക്ടർ ജനറൽ അധികൃതർ NK പ്രേമചന്ദ്രൻ MPയെ അറിയിച്ചു. മൃതശരീരം തുടർ നടപടികൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് അയക്കുവാൻ പോലീസിന് കൈമാറിയിട്ടുണ്ട്. നടപടികൾ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി ഷിപ്പിംഗ് ഡയറക്ടറേറ്റിന്റെ ചെലവിൽ തന്നെ നാട്ടിലേക്ക് അയക്കുവാനുള്ള നടപടി സ്വീകരിക്കുമെന്നും കുടുംബത്തിന് ആശ്വാസ ധനസഹായം അടിയന്തരമായി വിതരണം ചെയ്യുമെന്നും MPയുടെ ആവശ്യത്തെ തുടർന്ന് അധികൃതർ ഉറപ്പു നൽകിയിട്ടുണ്ട്. ശ്രീരാഗ് രാധാകൃഷ്ണന്റെ പേരിലുള്ള ഇൻഷുറൻസ് സംബന്ധിച്ച നടപടികൾ സമയബന്ധിതമായി പൂർത്തിയാക്കി എത്രയും പെട്ടെന്ന് കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുവാനുള്ള നടപടികൾ ത്വരിതപ്പെടുത്തണമെന്നും NK പ്രേമചന്ദ്രൻ MP ഷിപ്പിംഗ് ഡയറക്ടർ ജനറൽ അധികാരികളോട് ആവശ്യപ്പെട്ടു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.